ഇങ്ങനെയാണ് നമ്മുടെ ലിയോക്കുട്ടൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് കേട്ടോ. രാവിലെ നമ്മൾ വന്ന് തുറന്ന് വിടുന്നോ നോക്കിയിട്ട് ഇങ്ങനെ വാലൊക്കെ കാട്ടിയിരിക്കുകയാണ് നമ്മളെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ പെട്ടെന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ് ഇതൊക്കെ. ഇനി നമ്മൾ അവനെ ശ്രദ്ധിക്കാതെ വേറെ എവിടെയും മാറി നിന്നാലും ഇങ്ങനെ ചാടി കളിച്ചിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തുറന്ന് വിടാൻ വേണ്ടിയിട്ട് അവൻ്റെ രീതിയിൽ അവൻ്റെ ഭാഷയിലൊക്കെ നമ്മളോട് പറയുന്നതാണിത്. ഇനി തുറന്ന് വിട്ട് കഴിഞ്ഞാലും ഭയങ്കര സ്നേഹപ്രകടനമാണ്. പിന്നെ ഈ ഒരു പ്രകടനം ഈ മുഖത്ത് വരെ ഈ കടി എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇരിക്കില്ല. ഇനി മൂക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനമാണോ എന്ന് സ്മെല്ല് ചെയ്തൊക്കെ നോക്കുകയാണ്. എന്തായാലും അവൻ്റെ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ അവന് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ അങ്ങ് പോയിക്കോളും, അല്ലെങ്കിൽ ചുറ്റിപ്പറ്റി വീണ്ടും കിട്ടുന്നത് വരെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. സ്കൂളിൽ പോകുമ്പം ചില ദിവസമൊക്കെ നമ്മളിവനെയും കൊണ്ടുപോകാറുണ്ട്. അത് അവനും ഇഷ്ടമാണ്, അതിലേറെ അവൾക്കും ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് അവൻ്റെ ലിയോക്കുട്ടനെയൊക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ആളാവണം. പോകുന്ന വഴിക്ക് എന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഒരു വണ്ടി വരുന്നുണ്ട്, അതിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പുറകെ ചാടാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് കേട്ടോ. ഇത് കുഞ്ഞാറ്റേൻ്റെ ഫ്രണ്ടാണ്. അവളെയും അവന് അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അവർ തമ്മിൽ പരിചയം പുതുക്കിയതാണിത്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും ലിയോക്കുട്ടനും ഇങ്ങനെ ഞാൻ പണിയൊക്കെ എടുക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കും. പണി കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ചാടി കയറിയിരിക്കും. പിന്നെ ഭയങ്കര സ്നേഹപ്രകടനമാണ്. കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറച്ച് ചൊറിഞ്ഞും വാന്തിയും എന്തെങ്കിലും കടിച്ച് പൊട്ടിച്ചും കേടുവരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നടക്കും. ഇങ്ങനെയൊക്കെയാണ് അവന്. പിന്നെ അവൾ വരുന്നവരെ അവൾ വരുന്ന വണ്ടീൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും കേട്ടോ. മുകളിൽ വന്ന് നിൽക്കുന്നത് താഴേക്ക് വരാൻ ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ, അതുകൊണ്ടാണ് അവിടെ നിന്നിങ്ങനെ നോക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ നോക്കി നിൽക്കും. അവൾ വരുന്നത് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കളിയാണ്. എന്തെങ്കിലും തിന്നാൻ കൊടുത്താലും എന്തെങ്കിലും അവനും അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര പിണക്കും ദേഷ്യമൊക്കെ കാണിക്കും. ഇപ്പം തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പല കളിയും കളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ അവൾ എന്തെങ്കിലും മാറ്റാനോ എന്തെങ്കിലും കിടക്കാനൊക്കെ വേണ്ടിയിട്ട് റൂം അടച്ചിട്ട് അത് അവന് ഇഷ്ടമല്ല. റൂം തുറന്ന് ഒന്നെങ്കിൽ അവനെ കയറ്റണം, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കളിക്കണം. അപ്പോൾ റൂം നമ്മൾ ചാരി ഇട്ടതൊക്കെ ആണെങ്കിൽ ആര് ചാരി ഇട്ടാലും അവൻ ഇങ്ങനെ തുറക്കും, അല്ലെങ്കിൽ നമ്മൾ കുറ്റിയിട്ടിടണം. പിന്നെ ഭയങ്കര കളിയാണ്, അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവളെ പോയി അങ്ങനെ വെറുപ്പിക്കും. അവൾ കളിക്കാൻ പോയാൽ അവന് ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും, പോകുന്നതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കണ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് അവൾ വരുന്നുണ്ടോയെന്ന് വന്ന് നോക്കും കേട്ടോ. അവന് സമയമൊക്കെ ഏകദേശം അറിയാം. സ്കൂൾ വിട്ട് വരുന്ന സമയവും കളിക്കാൻ പോയി വരുന്ന സമയമൊക്കെ ഏകദേശം അവനറിയാം. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ആര് വന്നാലും അവ ഇങ്ങനെ മലർന്ന് കിടക്കും. രാത്രി കളിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം വരെ അവൻ ഇങ്ങനെ കൂടെ ഉണ്ടാവും കേട്ടോ, നമ്മളെയൊക്കെ കൂടെ.